ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു ചിക്കൻ കറിക്ക് ഇത്രയധികം മസാലയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നല്ലോ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 3 സവാള, 3-4 പച്ചമുളക്, 2 ടൊമാറ്റോ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 1/2 കിലോ ചിക്കൻ. ഞാൻ 1/2 കിലോ ചിക്കനിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകിയതാണ്. അതിൻ്റെ തോലൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ ഇടിച്ചെടുക്കുകയാണ്. വെളുത്തുള്ളി എനിക്ക് തോലോട് കൂടിയിട്ട് തന്നെ അത് ഇടിച്ചെടുക്കുമ്പോഴാണ് അതിന് കുറച്ച് ഫ്ലേവർ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യാറ്? അത് കഴിഞ്ഞിട്ട് ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഞാൻ ഇടിച്ചെടുത്തു. അരച്ച് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഫ്ലേവറും ടേസ്റ്റും ഉള്ളത് ഇതുപോലെ ഇടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഞാനതുകൊണ്ട് ചിക്കനും ഒക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഇടിച്ചിട്ടാണ് ചെയ്യാറ്. എന്നിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. കടുക് നന്നായി പൊട്ടി. അങ്ങനെ പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇപ്പോഴും നമ്മളിതിനകത്ത് ഉപ്പിടാൻ പാടില്ല. ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് മൂത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റിലാണ് കേട്ടോ ഉപ്പിടുന്നത്. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തന്നെ ഇത് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. അതുവരേക്കും ഇത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവും കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഇതിനകത്തേക്ക് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അങ്ങനെ അതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വീട്ടിലിരിക്കുന്ന നമ്മുടെ സാദാ സ്പൂൺ എടുക്കുക. ഇതിൽ ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ മുളക് പൊടി എന്ന് പറയുന്നത് ഹോട്ട് ചില്ലി ആയിരുന്നു. അതുകൊണ്ട് നല്ല എരിവാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ മസാലയൊന്നും ഞാൻ ഇടാറില്ല. ചിക്കൻ മസാലയുടെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ അതിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി അത് ഒന്ന് മൂത്ത് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഞാൻ 2 ടൊമാറ്റോ ആയിരുന്നു ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അതിടുക. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിടുക. ഇപ്പോൾ എന്താണ് ഉപ്പിടുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോ നന്നായിട്ട് മെൽറ്റായി ആ ഉള്ളിയുടെ കൂടെ ചേരും. അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ ടൊമാറ്റോ പീസായിട്ട് കിടക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പിടാറ് ടൊമാറ്റോയുടെ കൂടെയാണ്. അങ്ങനെ ടൊമാറ്റോയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ചിക്കൻ കറിക്ക് എത്ര ഉപ്പ് ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതിനുള്ള ഉപ്പിടണം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് ഒരു ഡക്കൺ വെച്ചൊന്ന് അടച്ച് വെക്കുക. അത് അടച്ച് വെക്കുമ്പോൾ തന്നെ ആ ടൊമാറ്റോ ഒന്ന് വേവും, അകത്തുള്ള ഉള്ളി ഒന്ന് വെന്ത് അത് രണ്ടും കൂടി നല്ല ഒരു ക്രീമി ടെക്സ്ചറായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്ത് ടൊമാറ്റോ ഉള്ളിയുടെ കൂടെ ചേരും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കിലോ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർക്കുക നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒട്ടും വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് ഡക്കൺ വെച്ചിട്ട് അടച്ച് വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഇരിക്കട്ടെ. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ 5 മിനിറ്റ്സ് കഴിഞ്ഞു. 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക? കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ വീണ്ടും അതൊരു തവി ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കുക. അതിൻ്റെ ആ മസാല എല്ലാ സ്ഥലത്തേക്ക് എത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി അത് വീണ്ടും അതുപോലെ തന്നെ ഡക്കൺ വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഇത് ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ വേവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനും പറ്റും. അപ്പം വീട്ടിലുള്ള സാധാ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേപോലെ നല്ല ചിക്കൻ കറിയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് വെന്തോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിപ്പോൾ വെന്തോന്നൊക്കെ എങ്ങനെയാണ് നോക്കണേന്നുള്ളത്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് കുത്തി നോക്കുമ്പം ഇതേപോലെ അതിങ്ങനെ പീസായിട്ട് മുറിഞ്ഞു വരും. അപ്പോൾ അതിങ്ങനെ
സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെന്തു എന്നാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി ഒരു ഡക്കൺ വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചിക്കൻ മസാലയുടെ ഒന്നും ഒരു ആവശ്യമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് ആക്ച്വലി ബാച്ചിലറിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഇപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഫിനിഷായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് മല്ലിയിലേക്കാന്ന് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തു. അതിൻ്റെ കൂടെ 2 സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഫോർ നെക്സ്റ്റ് വീഡിയോ.